മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോൾ ഫാമിലി ആയിട്ട് ഒരു യാത്ര പോവാട്ടോ. എങ്ങോട്ടാണ് യാത്ര? ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതായത് ആ പെർട്ടിക്കുലർ സ്ഥലം മാത്രമല്ല, ഞാൻ ആ ഒരു സംഭവമേ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ലൈറ്റ് ഹൗസ്. യെസ്, ലൈറ്റ് ഹൗസ്. എനിക്ക് തോന്നുന്നു ഒത്തിരി അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണെന്ന്. അതെ, ഏട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി, ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം പോവുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് പോകാമെന്ന് വെച്ചു. ചെറുപ്പത്തൊട്ട് ഞാൻ കുറേ തവണ കയറിയിട്ടൊക്കെയുണ്ട്. വെക്കേഷൻ സമയത്ത് ഒരു മെയിനായിട്ടുള്ളൊരു പിക്നിക് സ്പോട്ടാണ് ലൈറ്റ് ഹൗസ്. അതിൻ്റെ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പം ഏട്ടൻ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ എവിടേക്ക് പോകുന്നത്? പുതുവൈപ്പ് ലൈറ്റ് ഹൗസ്. ഓക്കെ, പുതുവൈപ്പ് ലൈറ്റ് ഹൗസിലേക്കാണ്. ഏകദേശം 37 കിലോമീറ്റർ ആണ് പുതുവൈപ്പ് ലൈറ്റ് ഹൗസിലോട്ടുള്ളത്. അപ്പോൾ ആ വഴിയുള്ള യാത്രയും രസമാണ്. കോശ്രീ പാലൊക്കെ കയറി ആ കായലിൻ്റെ അരിയത്ത് കൂടെയൊക്കെ നല്ല ഒരു യാത്രയാണ്. കാണാൻ ഒരുപാടുണ്ട്. നല്ല ഭംഗിയുള്ള റോഡാണ്. അതുപോലെ തന്നെ രണ്ട് വശങ്ങളിലായിട്ടാണെങ്കിലും നല്ല നല്ല കാണാൻ ഒരുപാടുണ്ട്. ഒരു ഭാഗത്ത് കായലാണെങ്കിൽ മറ്റു ഭാഗത്ത് നല്ല പച്ചപ്പൊക്കെയുള്ള സ്ഥലങ്ങളാണ്. കണ്ടെയ്നർ റോഡ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്തിന്റെ യാതൊരു തിക്കും തിരക്കും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നല്ല സുഖമായിട്ട് എത്താം. പിന്നെ അവിടെ ഒത്തിരി ഈ കായലിന്റെ സൈഡിൽ കൂടിയാണ് യാത്ര. അത് നല്ലൊരു വൈബാണ്. ഏകദേശം ഞങ്ങളൊരു 3-3:30 സമയമായപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ബ്യൂട്ടി കാണാനും പറ്റി. അതെ, 4:15 നമ്മൾ അവിടെ എത്തി. തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ അത്ര സ്പീഡിലും അല്ലായിരുന്നു അല്ലേ. നമ്മൾ കണ്ട് നല്ല രസമായിട്ടുള്ള വഴികളൊന്നും കാണാൻ ഭംഗിയാണല്ലോ. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ നടക്കുക. ആദ്യം ഞങ്ങൾ ഫാമിലിയോട് ഇത് പറഞ്ഞപ്പം അവർ പറഞ്ഞു, അയ്യോ നമുക്ക് ഒന്നും കയറാൻ പറ്റിയെന്ന് വരില്ല, കാലൊക്കെ വേദന എടുക്കും, അപ്പോൾ എന്ത് ചെയ്യാനാ ഞങ്ങൾ വന്നിട്ടെന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ അവിടെ തൊട്ടടുത്ത് ബീച്ച് ഉണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ് ഹൗസിൽ കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബീച്ചിൽ പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാവരും കൂടി അങ്ങ് പോയത്. അപ്പോൾ പോപ്പീനെ ഞങ്ങൾ വീട്ടിൽ നിർത്തി പോകണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ ബീച്ച് അവൾക്ക് നല്ല ഇഷ്ടമാണല്ലോ. നമ്മൾ തിരുവനന്തപുരം പോയപ്പോൾ തന്നെ കണ്ടതാണ് ബീച്ച് അവൾ എന്തോരം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. അതെ, ഇപ്പോൾ പുതുവൈപ്പ് ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് ഒരു 150-200 മീറ്റർ നടക്കാനേ ഉള്ളൂ കേട്ടോ ബീച്ചിലോട്ട്. അങ്ങനെ ഒരു 4 മണി ആയപ്പോഴേക്കും, 4:15 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിതാ പുതുവൈപ്പ് ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തി. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഇല്ല കേട്ടോ. പക്ഷേ തൊട്ടപ്പുറം ബീച്ചിലോട്ട് പോകുന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല വിശാലമായ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അഡൾട്ടിന് 20 രൂപയും സീനിയർ സിറ്റിസന് 10 രൂപയും, കിഡ്സ് ബിലോ സർട്ടൻ ഏജ് ഗോസ് ഫ്രീ എന്നാണ് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. പിന്നെ വീഡിയോ ക്യാമറ ഇപ്പോൾ നോർമൽ ക്യാമറയൊക്കെ ആണെങ്കിൽ 20 രൂപ അങ്ങനെയാണ്. പക്ഷേ ഞങ്ങളുടെ ഉള്ളത് ഗോപ്രോ ആണ്. അപ്പോൾ അവരതിന് എക്സ്ട്രാ 50 രൂപയാവും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ രണ്ടാമത് പോയി ഞാൻ വീണ്ടും ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ വളരെ ചെറിയൊരു ഏരിയ ആണെങ്കിൽ കൂടി നല്ല മനോഹരമായിട്ട് അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പൊതുവെ അങ്ങനെയാണ്, നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഫൗണ്ടെയിൻ അങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് നേരം ഇപ്പോൾ ലൈറ്റ് ഹൗസ് കയറാൻ താല്പര്യമില്ലാത്ത പാരൻസൊക്കെ കൂടെ വന്നാലും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആംബിയൻസ് അവിടെ ഉണ്ട്. ചെറിയ ഗാർഡനും കാര്യങ്ങളും കിഡ്സ് പ്ലേ ഏരിയ അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ഞാനത് തന്നെയാണ് പറഞ്ഞതും. നിങ്ങളിപ്പോൾ കയറുന്നില്ലെങ്കിൽ കൂടി ഞങ്ങൾ കയറി വരുന്ന സമയം വരെ ജസ്റ്റ് താഴെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ആദ്യം ഞാനും ലക്ഷ്മിയും ടിക്കറ്റ് എടുത്തു, കയറി. അവിടെ ചെന്നപ്പോഴാണ് ഒരു സർപ്രൈസ് കിട്ടിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 256 സ്റ്റെപ്സാണ് ടോട്ടലുള്ളത്. പക്ഷേ 2014 ഇത് ആ സ്റ്റെയർസിന് നമുക്ക് ലിഫ്റ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും കയറാവുന്നൊരിതായി. പിന്നെ ഒരു ലിഫ്റ്റ് എല്ലാം ഏറ്റവും മുകളിലത്തെ നില വരെ ഇല്ല, ഒരു 52 സ്റ്റെപ്സ് കയറണം. പക്ഷെ ചെറിയ സ്റ്റെപ്സാണ്. സാധാരണ ഒന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും കയറാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ സ്റ്റെപ്സാണ്. അപ്പം ഞങ്ങൾ ലിഫ്റ്റ് കയറിയാണ് അവിടെ എത്തിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹൈ റൈസ് ബിൽഡിങ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ലൈറ്റ് ഹൗസിൽ ആണ് അത്യാവശ്യം ഉയരമുണ്ടായിരുന്ന കെട്ടിടങ്ങൾ നമ്മുടെ കേരളക്കരയിൽ. ഇന്നിപ്പം വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വന്നതിൻ്റെ അത്ര വലിയ ഒരു പുതുമ തോന്നണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു വ്യൂ, പിന്നെ അത്രയും കാറ്റ്, അതൊരു നല്ല രസകരമായൊരു അനുഭവം തന്നെയായിരുന്നു. ലക്ഷ്മി ആദ്യമായിട്ടല്ലേ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ എത്തുന്നത്? എന്താ ഫീൽ ചെയ്തേ? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ചും കൂടി ഹൈറ്റ് പ്രതീക്ഷിച്ചു. കാരണം ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലുണ്ടാവുമല്ലോ, ഞാൻ ഓർത്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിൻ്റെ നടുക്ക് അങ്ങനെ മുകളിൽ നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ട്രയൽസ് നമ്മൾ മൂവീസിലെങ്ങാണ്ട് കണ്ടിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ എക്സ്പെക്റ്റേഷൻ. പിന്നെ അവിടെ വരെ നടന്ന് എത്തുന്നതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കൺസേൺഡ് ആയിരുന്നു. പക്ഷേ
നമുക്ക് ലിഫ്റ്റ് കണ്ടതോടുകൂടി അതൊന്ന് സമാധാനമായി. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു സ്പെക്ടാക്കുലർ വ്യൂ തന്നെയാണ്, അത് പറയാതെ വയ്യ. കാരണം നമുക്കെല്ലാം ഇങ്ങനെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഇപ്പൊ വലിയ ഫ്ലാറ്റ്സിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് വലിയൊരു സംഭവമാണോന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ലൈറ്റ് ഹൗസ് 1839 ഇത് ഉണ്ടാക്കിയത്. അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ ഇതല്ലാതെ വേറൊരു ഹൈറ്റുള്ള സാധനം അന്നുള്ളവർക്ക് ഇത് ഭയങ്കര കൗതുകമായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ്സിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ അത്രയും. പക്ഷേ എന്നിരുന്നാലും ഇപ്പൊ അവിടെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് ബീച്ചാണ്, ബീച്ചിന്റെ സൈഡിൽ വേറെ കുറെ പച്ചപ്പുള്ള ഏരിയ, പിന്നെ കുറെ ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഏരിയ. സോ സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. കാരണം ഈ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നമുക്ക് ആ ഒരു സീ നന്നായിട്ട് ഇങ്ങനെ കർവേച്ചർ കാണാൻ പറ്റും സീയുടെ. പിന്നെ ഇവിടെ പുതുവൈപ്പിൽ കുറെ LNG ടെർമിനൽസ് ഉണ്ട്, ഡിഫറെന്റ് കമ്പനികളുടെ LNG ടെർമിനൽസ് ഉണ്ട്. പിന്നെ നല്ല പച്ചപ്പും, പിന്നെ അവിടെ നിന്ന് എറണാകുളം സിറ്റി നമുക്ക് കാണാം. അത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് അവിടെ നിന്ന് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു വീക്ക് ഡേയിലാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ല ലൈറ്റ് ഹൗസിൽ, നമ്മൾ മാത്രമേ കാണാനുണ്ടാവുള്ളൂ എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് തിരക്കുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തിങ്കളാഴ്ച അവധിയാണ് അവിടെ, പക്ഷെ ട്യൂസ്ഡേ ടു സൺഡേ വർക്കിംഗ് ഡേ ആണ്. അതിന്റെ സമയം എന്ന് പറഞ്ഞാൽ 10:30 to 1:30, അതിനുശേഷം 1 hour ലഞ്ച് ബ്രേക്ക്. പിന്നെ നമുക്ക് 2:30 to 6 o'clock വരെയാണ് എൻട്രി ഉള്ളത്. പിന്നെ നല്ല രീതിക്ക് തന്നെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് പോകുന്നതിന് പേടിക്കൊന്നും വേണ്ട. ഒരു ഗ്രില്ല് സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ, നല്ല ഹൈറ്റിലേക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൺസേൺ ഒന്നും വേണ്ട. ഇപ്പൊ എന്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ ലൈറ്റ് ഹൗസ് കയറാൻ പോയപ്പോഴേ അവിടുത്തെ ഒരു ഓപ്പറേറ്റർ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. ആ ലൈറ്റിന്റെ ചേംബറിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു തരും ഓരോ ലൈറ്റ്സിന്റെയും പ്രത്യേകത എന്താണ്, എത്ര ദൂരം അതിന്റെ റേസ് പോകും, അതൊക്കെ പറഞ്ഞു തരും. പക്ഷെ ഇന്നിപ്പോ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ എൻട്രി ഇല്ല, എന്നാലും നമുക്ക് കാണാം, തൊട്ടടുത്ത് കാണാൻ പറ്റും. അവിടെ അവരെ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് അവരവിടെ എന്തൊക്കെയോ ചെയ്യാണല്ലേ, അതിന്റെ മൊത്തം കൺട്രോൾ ആ റൂമിലാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല. ബട്ട് കണ്ടെടുത്തോളം നല്ല ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെല്ലാം. പിന്നെ ഇത്രയും ചെറിയൊരു പൈസക്ക് വേർത്താണ് തീർച്ചയായിട്ടും. അതൊരു ലൈഫ് ടൈം ഒന്നും പറയാനില്ലെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം, ഒരു 1 time വിസിറ്റ് നമ്മൾ ചെയ്തിരിക്കണം. ലൈറ്റ് ഹൗസിന്റെ മുകളിലും നമുക്ക് കിട്ടുന്ന വ്യൂ എന്താണ്, അല്ലെങ്കിൽ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊള്ളാം, ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ നല്ല പാർക്ക് ഏരിയാസ് ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്. അപ്പൊ നമ്മളവിടെ സീസോ കണ്ടപ്പോ നമ്മളുടെ ഉള്ളിലും കുട്ടിത്തം വന്നു. ലക്ഷ്മിത അതിന്റെ ഉള്ളിലൊക്കെ അത് സീസോയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തു, നല്ല രസമായിരുന്നു. പക്ഷെ 12 വയസ്സിൽ കൂടുതൽ ആളുകൾ അതിൽ കയറാൻ പാടില്ല. അവിടുത്തെ പോലീസുകാരെ വന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ലക്ഷ്മി അതിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് അതിനകത്ത് കയറണം ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മളെക്കാൾ എത്രയോ കുഞ്ഞു പിള്ളേർ അവിടെയൊക്കെ ചുറ്റിനും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ചീത്ത പറയാനായിട്ടപ്പോഴാണ് നമ്മൾ മാറിയത്. നമ്മൾ ചെയ്യണത് ശരിക്കും അവർ കണ്ടില്ല. അതൊരു കോമഡി ആയിരുന്നു. ഞങ്ങൾ കണ്ടു വന്നതിന് ശേഷം പിന്നെ പാരൻസ് കാണാൻ പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾ പോപ്പീനെ കൊണ്ട് അവിടേക്ക് ഒന്ന് ചുറ്റി നടന്നു. പിന്നെ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. പോപ്പീനെയും കൊണ്ട് ഞാൻ ഊഞ്ഞാലൊന്ന് ആടി. പിന്നെ പറഞ്ഞല്ലോ സീസോയൊക്കെ ഒന്ന് ഇരുന്നു. ഫോട്ടോസ് നന്നായിട്ട് എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഒരു നല്ല ഗൊറില്ല അല്ലേ അത്? സ്റ്റാച്യു ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തില്ല. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആനയുടെ മുമ്പിലേക്ക് ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവർ പോയി വന്നു. ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. കുറച്ച് ഫോട്ടോ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തേ. നല്ല ഭംഗിയുള്ള കുറെ ഏരിയ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളൊരു ബീച്ച് സൈഡിലുള്ള ഒരു കടയിൽ കയറി തോർക്കല്ലേ. പക്ഷെ ബീച്ചിൽ ചെന്നപ്പോ നമ്മളേതോ തമിഴ്നാട്ടിലെ ബീച്ചിൽ ചെന്ന പോലെയാ. കാരണം ഒരു 6-7 വലിയ ബസ്സുകൾ നിറയെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് വന്നിട്ടുള്ളത്. ഒത്തിരി ടൂറിസ്റ്റുകൾ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കഴിക്കാനും പാകത്തിന് സ്നാക്സ് കിട്ടുന്നതും അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കിട്ടാൻ പാകത്തിനൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഐസ്ക്രീം കിട്ടാൻ മാത്രം എല്ലാ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു വൈബ് തന്നെയാണ് അവിടെ. നല്ല കടകളാണ് അവിടെ എല്ലാം. അവരിങ്ങനെ അപ്പാപ്പ ഉണ്ടാക്കിയൊക്കെ തരുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറിയ കടികളാണ്. 10 രൂപയാണ് ഒരു ചെറിയൊരു ഒരു പ്ലേറ്റില് 2 കടി വീതം
20 രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. അതിനകത്ത് ചമ്മന്തി ഉണ്ടാവും, ഒരു ചട്നി ഉണ്ടാവും. അതായത് പെർട്ടിക്കുലർലി പറയാനാണെങ്കിൽ പഴംപൊരി ഉണ്ട്, അതുപോലെ തന്നെ മുട്ട ബജി ഉണ്ട്, മുളക് ബജി ഉണ്ട്, കായബജി ഉണ്ട്, പരിപ്പൊടി ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം നമ്മൾ കഴിക്കുന്ന എല്ലാം ഉണ്ട്. പിന്നെ ചായ ഉണ്ട്, വെള്ളം, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഐസ്ക്രീംസ് വേറെ ഏരിയയിൽ കുറെ ഉണ്ട്. പിന്നെ അത് കൂടാതെ അപ്പുറത്തെ ഭാഗത്ത് എന്തൊക്കെയോ ഉണ്ട്, നമ്മൾ അധികം നോക്കിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് ഹൗസ് കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി വിശന്നപ്പോൾ ഞങ്ങളൊന്ന് ആ കടയിൽ കയറി കുറച്ച് സ്നാക്സ് ഒക്കെ ഞങ്ങൾ 5 പേരും കൂടി അങ്ങ് കഴിച്ചു. ആസ് യൂഷ്വൽ പുറത്തിറങ്ങി അപ്പൊ വിശക്കും, അങ്ങനെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. വലിയൊരു ബീച്ചൊന്നല്ല, കാരണം വെച്ചാൽ ബീച്ചിന്റെ പല ഭാഗത്തും ഇപ്പോൾ LNG ടെർമിനൽസ് ഒക്കെ വന്നതിന്റെ പേരിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷെ ഉള്ളത് സേഫ് ആണെന്ന് വേണം കരുതാൻ. കാരണം ഒത്തിരി ആളുകൾ, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി, നമ്മൾ വിചാരിക്കില്ല. കാരണം ഒരു വീക്ക് ഡേ ആയിട്ട് പോലും ഒരുപാട് ആൾക്കാരാണ് വന്നേക്കുന്നത്. അത് കൂടുതലും ഈ പറഞ്ഞ തമിഴ്നാട് ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവര് പിള്ളേര് കിടന്ന് അറുമതിക്കാണ് അതിനകത്ത് കിടന്നിട്ട്. എനിക്ക് തോന്നുന്നു അത്രയും നല്ല രസമായിട്ട്, വലിയ ആഴമൊന്നുമില്ല, സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു. ബീച്ചിന്റെ സൈഡിൽ കളിക്കുന്നുണ്ട് ആളുകൾ, പട്ടം പറത്തുന്നുണ്ട്. കുറേ പിള്ളേര് പട്ടം പറത്തുന്നുണ്ട്. പിന്നെ അതിന്റെ അടുത്തായിട്ടൊരു ഏരിയ കണ്ടായിരുന്നോ, കുറച്ച് അങ്കിളുമാരൊക്കെ കൂടി നിരന്നിരുന്ന് അവര് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അത് സ്പീക്കറിൽ നമുക്ക് കേൾക്കാം. അങ്ങനെ അവര് കുറച്ച് പേര്, എനിക്ക് തോന്നുന്നു ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാന്ന് തോന്നുന്നു, കൂട്ടുകാരാന്ന് തോന്നുന്നു. അവരെല്ലാരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു വൈബായിരുന്നു. ഈവനിങ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആസ് യൂഷ്വൽ പോപ്പി ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി പോപ്പി ഇങ്ങനെ വളരെ സന്തോഷത്തോട് ബീച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആളുകളെ കാണുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ ഇഷ്ടമാണ്. പിന്നെ അവളെ കണ്ടിട്ട് കുറെ പേര് വന്നു നമ്മളെടുത്ത് സംസാരിക്കാനും ഇവളെ കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ വേണ്ടി വന്നു. ഇവള് വാങ്ങണം. അതെ, ഇവള് ആദ്യത്തെ പോലെയല്ല, കുറച്ചും കൂടി കോപ്പറേറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അധികം ഒന്നും പേടിപ്പിക്കുന്നൊന്നുമില്ല. ഇവള് കുഞ്ഞായിരുന്നപ്പോ കുറച്ചും കൂടി പേടിപ്പിക്കലായിരുന്നു മറ്റുള്ളവരെ. അപ്പൊ അങ്ങനെ ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു അല്ലേ? 1 മണിക്കൂർ കൂടുതലായി. ബീച്ചിൽ തന്നെ 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. നല്ലൊരു ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ ബീച്ചും ഒക്കെ. ആ ഒരു ടൈം ആട്ടോ നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്തത്. കാരണം നമ്മൾ എത്തിക്കഴിഞ്ഞ് ലൈറ്റ് ഹൗസും കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏകദേശം 5:30. അപ്പോ നല്ല രസമായിട്ട് കാറ്റൊക്കെ കൊണ്ട്, വെയിലൊന്നും ഇല്ല, ചൂടും കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു ഞങ്ങൾക്കത്. അപ്പൊ അത്യാവശ്യം എന്താ പറയാ, എറണാകുളം, തൃശ്ശൂർ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ആലപ്പുഴ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഒരു ആഫ്റ്റർനൂണിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോലും നല്ലൊരു ഈവനിങ് ഔട്ട് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. കാരണം നമ്മൾ കൂടുതലും ചെറായി ആണ് കൂടുതൽ നോക്കല്ലേ, ചെറായി ആ ഭാഗത്തേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബീച്ചിലേക്ക് പോകുന്നത്. ഈ ഭാഗത്ത് താമസിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു പുതിയൊരു ഇതായിരുന്നു അല്ലെ, പുതിയൊരു രീതിയിലുള്ള അധികം ആളുകളില്ലാതെ, ആളുകൾ അന്നേ ദിവസം ഉണ്ടെങ്കിലും പോയിട്ടുണ്ട് കേട്ടോ. ഞാനത് 2-3 തവണ ഇതിക്ക് മുമ്പ് പോയിട്ടുള്ള ബീച്ചാണ്. പിന്നെ പാർക്കിംഗ് ഒക്കെ അത്യാവശ്യമുണ്ട് അല്ലേ? ഒരു പ്രശ്നമില്ല, എത്ര ബസ് എത്ര കാർ എങ്ങനെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഫ്രീ പാർക്കിംഗ് ആണ്. അതെ, നല്ല സേഫ് ആയിട്ട് തന്നെ വെക്കാട്ടോ. ഇനി വേറെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ പാർക്കിംഗ് ഫ്രീ അല്ല, അവിടെ കാശ് കൊടുക്കണം. നമ്മള് ആ അമ്പലത്തിന്റെ ഫ്രണ്ടിലാട്ടത്, അവിടെ 30 രൂപ. നല്ലൊരു ഏരിയ ആണ്, നല്ല ഏരിയ ആണ്. പക്ഷെ സേഫ്റ്റി പ്രമാണിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇട്ടു. 30 രൂപ. തണലും ഉണ്ടായിരുന്നു, കുറച്ച് മരത്തിന്റെ ഒക്കെ തണലും ഉണ്ടായിരുന്നു. അതെ, പക്ഷെ സുഖമാണ്, നല്ല രസമാണ്, അടുത്താണ്, നമുക്ക് പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലും കുഴപ്പമില്ല. ഒരു മിഡിലായിരുന്നു അത്. നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് പോകാനും ബീച്ചിലേക്ക് പോകാനും ഏകദേശം ഒരേ ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു നമുക്ക് അവിടെ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.